നീ പറ. ഞാന് ഒരു തർക്കത്തിനോ വാദത്തിനോ അല്ല, ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇതിനു മുമ്പ് സംസാരിച്ച സഹോദരനോട് ചേർന്നൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഒരു ന്യായമായ ചോദ്യം ചോദിക്കും. ഈ യേശുക്രിസ്തു തനിക്ക് പിതാവുണ്ടെന്നുള്ളത് പറഞ്ഞു. ആ പിതാവാണ് ദൈവമെന്ന് ഉള്ള ആശയത്തിലാണ് ഇതിനു മുമ്പ് ബെന്നി ബ്രദർ സംസാരിച്ചത്. ഏകസത്യ ദൈവത്തെ പിതാവെന്ന് യേശുക്രിസ്തു വിളിച്ചത്. അപ്പൊ യഹോവയല്ല പിതാവ് എന്ന് വിളിച്ചതെന്നല്ലേ പറഞ്ഞതിന്റെ ആശയം അതല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ചോദ്യമുള്ളൂ. യഹോവയല്ല, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യഹോവയല്ല യേശു പിതാവെന്ന് വിളിച്ചത് എന്നുള്ള ആശയമല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ല, യഹോവയല്ല പിതാവെന്ന് യേശു വിളിച്ചേ. അതെ അത്ര അങ്ങനല്ലേ പറഞ്ഞത്? ആ പറഞ്ഞതിന്റെ ആശയം അതാണെങ്കിൽ എനിക്ക് അങ്ങനെയാ പറഞ്ഞത്. അപ്പോഴെനിക്ക് ഓക്കെ. ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വരുന്ന സമയത്ത് ഈ യേശു ക്രിസ്തു അപ്പം നൽകി കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ടല്ലോ. ആ വാക്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞ യോഹന്നാൻ 6:32. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവ് അത്ര സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത് എന്ന് പറയുന്നു. അത് ഈ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ പറയാണ്, മോശ പിന്നെ യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകുന്ന അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും യഹോവയുടെ നേരെ നിങ്ങൾക്ക്. അപ്പം യഹോവയാണ് അവിടെ അവർക്ക് മാംസവും ഇറച്ചിയും നൽകിയത്. അതേപോലെ തന്നെ ആ പുറപ്പാട് പുസ്തകത്തില് 16:4 പറയാണ്, അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും, ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമില്ല എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതെന്ന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നൊന്ന് പറക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്റെ പിതാവാണ് ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയില് മന്ന നൽകിയതെന്ന് പറയുകയും, എന്നിട്ട് മോശ അത് ഈ പുറപ്പാട് ദിവസം പറയുന്നത് യഹോവയാണ് അത് നൽകിയത്. അപ്പൊ സാരമായിട്ട് യേശു പറഞ്ഞ പിതാവ് യഹോവയാണെന്ന് ചിന്തിച്ചുകൂടെ? അതിനകത്ത് എന്താണ് തെറ്റ്? ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യും, ഉത്തരം പറയാം. താങ്കൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 32-ാം വാക്യം വായിച്ചപ്പോൾ വളരെ വലിയൊരു പെശക് വരുത്തിയിട്ടുണ്ട്. അത് താങ്കളുടെ കണ്ണ് ഗ്ലോറിയസ് ഗോസ്പൽ ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ പ്രഭുവായ യഹോവ കെട്ടിയിരിക്കുന്നതാണ്. 2 കൊരിന്ത്യർ 4:4 For the God of this world has blinded the minds of unbelievers so that the radiance of the glorious gospel might not shine upon their hearts എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ തേജസ്സുള്ള സുവിശേഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ പ്രഭുവായ യഹോവ നിങ്ങളുടെ കണ്ണുകളെ കെട്ടുന്നു. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ വാക്യം വായിച്ചപ്പോൾ തെറ്റുപറ്റി. അതുകൊണ്ട് സുഹൃത്തെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 32-ാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വായിക്കാം. ഇപ്പൊ നിങ്ങളുടെ കണ്ണിന്റെ കെട്ടഴിയാൻ പോവാ. യേശു വേണ്ട, യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ഇത് മരുഭൂമിയിലെ സംഭവം അല്ലേ പറയുന്നത്. മോശ തന്നത് സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പം അല്ലെന്നും സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം എന്റെ പിതാവാണ് തരുന്നത് എന്നുമാണ് യോഹന്നാൻ 6:32 പറയുന്നത്. എന്നിട്ട് അടുത്ത വാക്യം 33 വായിക്കണം. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, എങ്കിലും അവരെല്ലാവരും മരിച്ചുപോയി. ഇവിടെ ബി സഹോദരന്റെ കണ്ണ് തുറക്കപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പറഞ്ഞോട്ടെ. ഇവിടെ കറക്റ്റ് ആ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ വേദോസത്തിൽ എഴുതിയിരിക്കുന്നത് ശരിക്കും തരുന്നത് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള. പക്ഷെ താങ്കൾ വായിച്ചപ്പോ തന്നത് എന്നാ വായിച്ചേ. അപ്പം വാക്യം തിരിച്ചു വായിച്ചു. സത്യം പറഞ്ഞ
സത്യം പറഞ്ഞ എനിക്ക് ശരം പിന്നെ ഇത് കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ആ വാക്യം അന്നേരം പെട്ടെന്ന് എടുത്താണ് വായിച്ചത്. ഞാൻ അത് പോട്ടെ, അതിനെ ഞാൻ അംഗീകരിക്കുന്നു. അത് പോകാൻ പറ്റത്തില്ല സഹോദരാ. കാരണം അത് പോട്ടെന്ന് പറയാൻ അത് അത്ര നിസ്സാരമല്ല. ഇറ്റ് ഈസ് വെരി അതല്ല, ഇമ്പോർട്ടന്റ്. അതല്ല ഞാൻ പറഞ്ഞേ, അതാ ഞാൻ അടുത്ത വാക്ക് പറഞ്ഞത്. രണ്ട് കോണ്ടസ്റ്റും അത് പറയുന്നുണ്ട്. ഈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപ്പം തന്നത് എന്നതും ഇപ്പോൾ എന്റെ പിതാവ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് സാക്ഷാൽ ഞാനാണ് ജീവന്റെ അപ്പം എന്നെ നിങ്ങൾക്ക് മരുഭൂമിയിലെ തന്നത്. മന്ന എനിക്കത് മരുഭൂമിയിൽ കൊടുത്തത് പിതാവാണെന്നുള്ള വാക്യം കാണീര്. ഉം. വാക്യം കാണിക്ക്. എങ്ങനെ? മരുഭൂമി കൊടുത്തത് എന്റെ പിതാവാന്ന് യേശു പറയുന്ന വാക്യം കാണിക്ക്. ഒന്നുകൂടെ പറയാം, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. എനിക്കത് മരുഭൂമിയിൽ അപ്പം കൊടുത്തത് എന്റെ പിതാവാണെന്ന് യേശു പറയുന്ന വാക്യം കാണിക്കാൻ. ഇതിന്റെ 30-ാം വാക്യത്തിൽ അവർ എന്നോട്, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കുന്നതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. പിതാക്കന്മാർ തിന്ന മന്ന അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ഈ വാക്യം അപ്പം മരുഭൂമിയിലെ യഹോവയാണ് അപ്പം കൊടുത്തത്, ഇവിടെ സാക്ഷാൽ അപ്പമായ എന്നെ നിങ്ങൾക്ക് തന്നത് എന്റെ പിതാവാണ് എന്നുള്ള ആശയമാണ് പറയുന്നത്. ഇത് രണ്ടാണ് സഹോദരൻ, നിങ്ങള് മനസ്സിലാക്കണം. സത്യവേദ പുസ്തകത്തെ തർജ്ജമ ചെയ്തിരിക്കുന്ന ഒരു പരമാവധി യഹോവയും പിതാവിനെ കൂടെ ഒന്നാക്കാൻ വേണ്ടി ആ വാക്യം ഒരുപാട് വളച്ചിട്ടുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചാൽ അത് സിമ്പിൾ ആണ്. Then Jesus said unto them, Verily, verily, I say unto you, Moses gave you not that bread from heaven. മോശ തന്നത് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം അല്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. മോസസ് gave you not that bread from heaven, but my father give you the true bread from heaven. എത്ര ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ഒക്കെ എടുത്തു വായിച്ചു. ഞാൻ ഇത്ര ആഗ്രഹിച്ചുള്ളൂ, അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അറിയാനാണ് ഞാൻ. താങ്കളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. താങ്ക് യു ബ്രദർ. I admire your honesty and sincerity. Thank you.